ഹലോ ഡിയർ, ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠം, 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ഇനി ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നത്. ഇതാണ് ബാബർനാമ എന്നുള്ള കൃതി എന്നാണ്. മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള ബാബർനാമ എന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം? അപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിച്ചത്. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് ഈ സഞ്ചാരക്കുറിപ്പ് സഹായിക്കുന്നു. ഇനി കൃഷിയും തൊഴിലും എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അൽബറുണി, മധ്യ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയിട്ടുള്ള അൽബറുണി എന്ന സഞ്ചാരിയുടെ വിവരത്തിൽ നിന്നുള്ള ഭാഗമാണ് കൊടുത്തത്. അൽബറുണിയുടെ വിവരത്തിൽ പരാമർശിച്ച തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണ്? മേച്ചിൽക്കരുണ്ട്, ഭൂമിക്കരുണ്ട്, ഇത്തരമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാന തൊഴിൽ നമുക്ക് കൃഷിയായിരുന്നു മനസ്സിലായി. പരുത്തി, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയ അക്കാലത്ത് പ്രധാന വിളകൾ. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായിട്ടുള്ള ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമികൾ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കൂ. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്താനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനെയാണ് ഇഖ്ത എന്ന് സുൽത്താനേറ്റ് കാലഘട്ടത്തിലും മുഗൾ കാലത്ത് ജാഗിർദാരി സമ്പ്രദായം എന്നും അറിയപ്പെട്ടത്. ഇനി കൃഷിയോടൊപ്പം കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവും ബന്ധപ്പെട്ട പല തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നു. അവ ഏതൊക്കെയായിരിക്കാം? ലോഹപ്പണി, അങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്ത്തുകളും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. അപ്പോൾ ഇന്ത്യയിൽ നെയ്ത്തുകാർ വ്യത്യസ്ത കണത്തിലുള്ള നിറത്തിലും വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ ഇവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണി നെയ്ത്ത്, പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നൂൽക്കാനും ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണിയിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോകപ്രശസ്തി നേടിയിട്ടുള്ള കാലഘട്ടമായിരുന്നു സമയം. ഈ നഗരങ്ങളും വാണിജ്യവും. വിജയനഗരം എന്ന മഹാനഗരി കിഴക്കാൻ തൂക്കായ മലനിരകൾക്ക് അരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായി നഗരത്തിന് അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞവയാണ്. നിക്കോളോ കോണ്ടി എഴുതിയിട്ടുള്ളത്. ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി വിജയനഗരത്തെക്കുറിച്ചിട്ട് നൽകിയ വിവരണമാണ്. അപ്പോൾ കാർഷിക രംഗത്ത് പുരോഗതി, വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയ പുറംനാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറംനാട്ടുകാർ ആരൊക്കെയായിരുന്നു? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസ്, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഇതിൽ കാലിക്കറ്റ് നമുക്ക് നോക്കാം. കോഴിക്കോട് നിന്ന് പരുത്തി തുണികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തും നഗരമാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹി, ദൗലത്താബാദും. ഇബ്നു ബത്തൂത്ത എഴുതിയതും. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരങ്ങൾ. ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നമായ നഗരവും. റാൽഫ് ഫിച്ച് പറഞ്ഞതാണ്. സൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും മുഗൾ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും ഇന്ത്യയുടെ നഗരത്തെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അവയിൽ നിന്ന് അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ചർച്ച ചെയ്യൂ. ഉൽപ്പാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, അതുപോലെ കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരാണ് നഗരവാസികൾ. ഇനി മധ്യകാലഘട്ടത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അഹമ്മദാബാദ്, സൂറത്ത്, പൈത്താൻ, ഹംപി, കാഞ്ചീപുരം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, കോഴിക്കോട്, കൊച്ചി, കൊല്ലം നമ്മുടെ കേരളത്തിലെ.
മുർഷിദാബാദ്, കൽക്കത്ത, ധാക്ക. ഇത്രയും കാര്യങ്ങളായിട്ടുള്ളത്. തൊഴിൽ കേന്ദ്രം നമുക്ക് നോക്കാം. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തിൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണി എടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. വെർണിയർ പറഞ്ഞിട്ടുള്ള വെർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും വിവരിക്കുന്നതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. മുഗൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും കൊട്ടാരത്തിലേക്കുള്ള വസ്ത്രം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണിത് കാർഖാനകൾ. ഇനി ജനജീവിതം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിക്കും. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിയിലും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുകയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും കണ്ടു. ടവർണിയർ പറഞ്ഞതാണ്. ഈ വിവരണത്തിൽ അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ? സാമൂഹികവും സാമ്പത്തികമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അവ എന്തൊക്കെയായിരുന്നു? ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ട് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടു. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവയ്ക്കൊക്കെ ഉയർന്ന സാമൂഹിക പദവി അനുവദിച്ചു. കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവയായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനവും ഉണ്ടായിരുന്നു. സതി, ശൈശവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ഇനി വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യയെക്കുറിച്ച്. നമ്മൾ ഇന്ത്യക്കാർ ഏത് ഭാഷയും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം, കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിൻ്റെ ഇന്ത്യ നൽകിയ സംഭാവനയാണ്. അമീർ ഖുസ്രു പറഞ്ഞ കാര്യമാണ്. സൽത്താനേറ്റ് കാലത്ത് ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയിലെ വിജ്ഞാന പുരോഗതിക്ക് അനുസരിച്ച് ഇതിലെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ മനസ്സിലാക്കാം. നളന്ദ സർവകലാശാലയെക്കുറിച്ചിട്ട് മുൻ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് നേടി. ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവിടുന്ന വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമാകുന്നു. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാനശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ഭാസ്കരാചാര്യ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. നിരവധി കൃതികൾ പേർഷ്യ ഭാഷയെ തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലൊക്കെ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇത്രയാണ് നമ്മുടെ രണ്ടാം പാഠത്തിലുള്ളത്. താങ്ക് യു.